എന്നാലും അത് എവിടെ പോയി? നീ എന്താ പിന്നെന്തറിയുന്നത്? മറ്റേ തേപ്പോട്ടി. മറ്റേ തേപ്പോട്ടിയാ? ആ, ഇതിനകത്ത് 2 തേപ്പോട്ടി വെച്ചിട്ടുണ്ടല്ലോ. ഇത് ഒന്നല്ലേ ഉള്ളൂ, മറ്റതെവിടെ? കണ്ണു പിടിക്കാണ്ട് എവിടെ നോക്ക്. തലയുടെ അടിയിലുണ്ടോ? അമ്മോ, അമ്മോ, എന്താ? ഒരു കാഴ്ച കാണണമെങ്കിൽ വേഗം വാ. എന്താ? നീ നോക്കി. ആ കളർ യൂണിഫോമിനേക്കാൾ നല്ലതല്ലേ ഈ കളർ യൂണിഫോം? പക്ഷെ യൂണിഫോമിന്റെ അളവെടുത്ത് ശരിയായിട്ടില്ല. കുറച്ച് ലൂസ് ഉണ്ടോ എന്നൊരു സംശയം. ആ, അതാ തയ്യക്കാരനും ചോദിച്ചു, നിന്റെ തലക്ക് ലൂസ് ഉണ്ടോ? ഈ ഡ്രസ് ഏതാ? കറുത്തത്? കറുത്തതാ, നേരം വെളുപ്പിച്ചതാ. ഇത് ഉറക്കിയിട്ടില്ല ഇന്നലെ. പാതിരാത്രിക്ക് പോയി കട തുറപ്പിച്ച് പിന്നെ ടൈലറെ വിളിച്ചുണർത്തി വെളുക്കുന്നത് വരെ കാവലിൽ നിന്ന് തയ്പ്പിച്ച് മേടിച്ചതാ ഈ യൂണിഫോം. ആഹാ, അമ്മ ഇതുവരെ റെഡി ആയില്ലേ? സേതു, കമോൺ, ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി, ഹറി അപ്പ്, ഹറി അപ്പ്. ചോദിക്കട കേട്ടില്ലേ? കുറച്ച് കറിയുപ്പ് കൊണ്ടേ കൊടുക്ക്. അണ്ണാക്കിലിട്ട് വെള്ളം ഒഴിക്കട്ടെ, കാലമാടൻ. ഇവരെന്താ വഴി തെറ്റിപ്പോണേ? കോളേജിലേക്കല്ലേ? ഇന്നെന്താ കാട്ടിക്കൂടിയൊക്കെ വരണേ? പിന്നെ മെയിൻ ഗേറ്റിൽ കൂടെ ചെന്ന് എല്ലാവരുടെയും കളിയാക്കൽ വാങ്ങിക്കൂട്ടണോ? ഗുഡ് മോർണിംഗ് ജെമിനി ഗണേശൻ. കണ്ടില്ലേ, കോമാളിയുടെ കണ്ണു പോലെ എല്ലാവർക്കും. നമ്മൾ മൈൻഡ് ചെയ്യണ്ട, അവന്മാർക്ക് ഒന്നിനും ഒരു വെളിവില്ല. എന്തൊരു കഷ്ടം. അടുത്തത് ഇവരെ മൈൻഡ് ചെയ്യണ്ട. അമ്മു, പാവ ഒരു ബ്ലൈൻഡ് തൊട്ട് പിന്നാലെ ഉണ്ടേ. ആ ഷോൾഡർ ഒന്ന് കൊടുത്ത് ഹെൽപ്പ് ചെയ്യണേ. ശ്രീകൃഷ്ണ, പ്ലീസ് അറ്റ്ലീസ്റ്റ് ആ ഗ്ലാസ് എങ്കിലും ഒന്ന് മാറ്റിക്കൂടെ? നോ, ഗ്ലാസ് മാറ്റിയാൽ ഞാൻ വാച്ച് ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലാവും. ഇയാളെ ഒഴിവാക്കാൻ ഞാനൊരു ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ട്, നീ കണ്ടോ? എന്താ പറഞ്ഞേ? നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ, നീ വല്ലോ പറഞ്ഞോ? തോന്നിയതായിരിക്കും. ഓ, പെട്ടേനെ. എത്ര നേരം ഇതിനകത്ത് നിക്കണേ? എന്താ എത്ര ലേറ്റ് ആയേ? നീ അതങ്ങ് കൊടുത്തേ. കൊള്ളാല്ലേ? ഹലോ. ആ, അമ്മ എവിടെ ഉണ്ട്? അമ്മ അകത്തേക്ക് പോയിരിക്കുക, ഞാനിവിടെ പുറത്ത് നിൽപ്പുണ്ട്. പുറത്ത് നിക്കേ, കൂടെ പോയി നിക്കടോ. ഓക്കെ മാഡം. എടോ, അവളുടെ അടുത്ത് ചെന്ന് നിക്കാൻ. അയ്യോ, അങ്ങനെ അടുത്ത് നിൽക്കാൻ പാടില്ല. അമ്മ ടോയ്ലറ്റിലാ. ടോയ്ലറ്റിലാ പോയി നിക്കണേ? അവിടെ നിങ്ങോട്ട് മാറി നിക്കടോ. ഈശോമിശിഹ സ്തുതി. അയ്യോ, ഇതിനതല്ലോ. അലൈക്കും കുട്ടി പറഞ്ഞു തരുന്ന പോയത്. അമ്മയുടെ അകത്തുണ്ട്, ഇപ്പൊ വരും. ഇനി കുറച്ചു നേരത്തേക്ക് ബോഡി ഗാർഡിന്റെ ശല്യം ഉണ്ടാവില്ല. അതിനുള്ളിൽ നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കണം. നീ പെൺകുട്ടികൾക്ക് ഫോൺ നമ്പർ കൊടുത്തിട്ട് എന്തായി? ആര് മേടിക്കാൻ? അയാളുടെ നമ്പർ പോലും ഒറ്റ ഒരുത്തിക്കും വേണ്ട. കൊടുക്കാൻ നിവൃത്തിയില്ലാതെ എല്ലാവർക്കും ഞാൻ എന്റെ നമ്പർ കൊടുത്തു. എന്ത് കാര്യത്തിന്? നീ നമ്പർ കൊടുക്കുന്ന എന്ത് കാര്യത്തിനാണോ ആ കാര്യത്തിന് തന്നെ. ഇതാ പറയുന്നത്, കള്ളനെ നമ്പിയാലും ഇവനെ നമ്പർ തന്നു. അയ്യോ മതി. എടാ ജോസഫേ, ആ ബോഡി ഗാർഡിന് എത്തുന്നതിന് മുമ്പ് നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കണം. എങ്ങനെയെങ്കിലും അയാളെ ഒന്ന് മാറ്റിയെടുക്കണം. ഓക്കെ. ഈശ്വര, ക്ലാസ് തുടങ്ങിയല്ലോ. എത്ര സമയം? അമ്മു, അമ്മു, മേ കം ഇൻ. അമ്മു ഇതിലുണ്ടോ? അമ്മു, 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 അമ്മു ഇതിലൊന്നിലും ഇല്ലല്ലോ. ഈശ്വര, എവിടെ പോയി? സോറി. അയ്യോ, സാറെന്താ ഇവിടെ? അമ്മോ, എന്താടാ? നിന്റെ ആ ബോഡി ഗാർഡിനെ പിന്നെ പ്രിൻസ് നോക്കി. അയ്യോ, ലേഡീസ് ടോയ്ലറ്റിൽ തന്നെ. അതൊന്നും എനിക്ക് കേൾക്കണ്ട. ഞാൻ ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. തനിക്ക് പെൺകുട്ടികളുടെ ടോയ്ലറ്റിൽ എന്താണോ പണി? എനിക്കൊരു അബദ്ധം പറ്റിയതാണ് സാർ. അബദ്ധോ? ഒരു പ്രാവശ്യമാണെങ്കിൽ പോട്ടെ. ഇത് ഞാൻ എപ്പോ നോക്കിയാലും താൻ ഇതിന്റെ അകത്ത് തന്നെയല്ലേ? അതെങ്ങനെയാണ് അബദ്ധം വന്നത്? താൻ മനഃപൂർവ്വം കയറിയതല്ലേ? ഇന്ന് അറിഞ്ഞോണ്ട് കേറിയതാ. അപ്പൊ ഇന്നലെ അറിയാണ്ട് കേറിയതാ. ആ, ഇതാണ് ഞാൻ പറഞ്ഞത്. തനിക്കെന്തോ കാര്യമായ കുഴപ്പമുണ്ട്. തന്റെ ഈ വേഷമുണ്ടല്ലോ, കല്യാണ പരിശീലെ ജമിനി ഗണേശന്റെ വേഷം. ഇത് കണ്ടാൽ അറിയാൻ താൻ നോർമൽ അല്ലെന്ന്. എന്ത് പറഞ്ഞിട്ടെന്താ? നിൽക്കുന്ന കണ്ടില്ലേ, ഒരു നാണമില്ലാണ്ട്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു സൃഷ്ടിയെ കാണുന്നത്. മതി കാഴ്ച കണ്ടത്. എല്ലാവരും അയാളുടെ വായിൽ നോക്കിക്കാതെ പോയേ.
ഓരോരുത്തർ അവരുടെ ക്ലാസ്സിലേക്ക് പോ. ഓടോ ഓടോ ക്ലാസ്സിലേക്ക്. കോഴി ചിങ്കാര പൂങ്കോഴി കൊക്കരക്കോ കൂവാതെ പഞ്ചാര പൊന്നു പഞ്ചാരെ കട്ടുറുമ്പാണോ കാവൽ പണപ്പെട്ടിക്ക് കള്ളൻ കാവൽ പടക്കോപ്പിന് തീപ്പൊരി കാവൽ കാലാട്ടി പാലാട്ടി നിൽക്കും നോട്ടക്കാരൻ പണപ്പെട്ടിക്ക് കള്ളൻ കാവൽ പടക്കോപ്പിന് തീപ്പൊരി കാവൽ കാലാട്ടി പാലാട്ടി നിൽക്കും നോട്ടക്കാരൻ കൂവാതെ പഞ്ചാര പെണ്ണു പഞ്ചാരെ ഈ കട്ടുറുമ്പാണോ കാപ്പൽ ുണ്ട് ഉറക്കം കെടുക്കുന്ന ഹരമുണ്ട് ക്യാമ്പസിൻ കോക്കസിൽ കിക്കൊണ്ട് വട്ടുണ്ട് ബോറടി മാറ്റണ മാജിക് ഉണ്ട് എന്നും പുതുമുഖങ്ങൾ നമ്മൾ ചില്ലു കൂട്ടിലെ കൂട്ടുകാർ നൂറ് പുതുശരവങ്ങൾ നൂറ് പുതുവർണ്ണങ്ങൾ പുഞ്ചിരിപ്പൂക്കൾ ഇതളുണർത്തുമ്പോൾ 1000 മോഹമായ ജാലം പഞ്ചാരെ പൊന്ന് പഞ്ചാരെ കട്ടുറുമ്പാണോ കാവൽ കണ്ണു വെട്ടിച്ചു പോകാനില്ല കണ്ണ് തട്ടാതെ മാറാൻ വയ്യ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോട്ടക്കാര് കൂവാതെ പഞ്ചാരെ പൊന്ന് പഞ്ചാരെ കട്ടുറുമ്പാണോ കാവൽ പണപ്പെട്ടിക്ക് കള്ളൻ കാവൽ പടക്കോപ്പിന് തീപ്പൊരി കാവൽ കാലാട്ടി പാലാട്ടി നിൽക്കും നോട്ടക്കാരൻ കണ്ണു വെട്ടിച്ചു പോകാനില്ല കണ്ണ് തട്ടാതെ മാറാൻ വയ്യ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോട്ടക്കാര് Bodyguard, 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 bodyguard.
പ്രയോഗം ഒന്നുകിൽ യുവമാര് നേരെയാവും അല്ലെങ്കിൽ യുവമാരെല്ലാം കൂടെ ജയേഷിന് നേരെയാവും. അയ്യോ അതൊന്നും വേണ്ട കേട്ടോ, മിണ്ടാതിരിക്കും. ഏയ് നിക്ക് എങ്ങടാ ഇത്? അങ്ങോട്ടേക്കൊന്നും പോകണ്ട. ഒറ്റ ഒരുത്തിനും ബോധമില്ലാണ്ടിരിക്കുക. അതിന്റെയൊക്കെ കാറ്റടിച്ചാൽ തന്നെ നമ്മൾ പൂസാവും. ഡേഞ്ചർ സോണാ. കമോൺ കമോൺ കമോൺ. ആ ഇങ്ങനെ വേണം അനുസരണമുള്ള കുട്ടികൾ. ഹലോ ഹലോ, കണ്ടില്ലേ, ഞാൻ പറഞ്ഞല്ലേ, വാ പോവാം. ഇതൊന്നും ഈ ക്യാമ്പസിൽ പറ്റില്ല. നിങ്ങളെ ആരും ശല്യപ്പെടുത്താൻ വരുന്നില്ലല്ലോ. പഠിക്കുന്നവർക്ക് പഠിക്കാം, പ്രണയിക്കുന്നവർക്ക് പ്രണയിക്കാം. അതേപോലെ ഞങ്ങളെ ആരും ശല്യപ്പെടുത്താൻ വരരുത്. ഓക്കെ? തനിക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ? വേണ്ട പെങ്ങള് പോയില്ലെങ്കിലോ? പറയടാ, ആരാടാ ഈ സ്റ്റഫൊക്കെ കോളേജിൽ സപ്ലൈ ചെയ്യുന്നേ? റാഫിയുടെ ആളുകളാ. ഇതിനകത്തൊന്നും നീ ജീവനോടെ പോവില്ല. നിന്റെ അവസാന റാഫിയേട്ടാ, ഇവൻ എന്റെ കൂട്ടുകാരൻ തല്ലി കയ്യിലുണ്ടായിരുന്ന സ്റ്റോക്ക് കൊണ്ട് നശിപ്പിച്ചു. അത് നിങ്ങളുടെ പന്നി. അണ്ണ ജയേഷണ്ണ, നീ ആരടാ പന്നിന്ന് വിളിച്ച പോർക്കെ? സോറി അണ്ണ, അണ്ണൻ എന്താ ഇവിടെ? ഇവനോടൊന്ന് കിട്ടി. ഈ പത്മഗിരി കോളേജിലേക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന നീയാണോ? ആ എന്റെ പിള്ളേരാ. എന്താ അണ്ണ? അണ്ണൻ അവിടെ നോട്ടുണ്ടാ? എങ്കിൽ ഞാനത് അപ്പഴേ വിട്ട്. അണ്ണൻ എടുത്തോ? ആ ക്യാമ്പസിൽ ഇനി ഡ്രഗ് സപ്ലൈ ചെയ്യാൻ പാടില്ല. നീ എന്നല്ല ആരും. അണ്ണന്റെ ആരെങ്കിലും അവിടെ ഉണ്ടാ? അതെന്റെ കോളേജാ. ഞാനിപ്പോ അവിടെ പഠിക്കുക. അണ്ണൻ പഠിക്കാൻ പോടാ. എടാ, നമ്മുടെ ജയകൃഷ്ണൻ പഠിക്കാൻ പോണ കോളേജാ അത്. എന്ന് വെച്ചാൽ നമ്മുടെ കോളേജ്. ഇനി ഒറ്റണ അതിന്റെ കാലുത്തി പോരുത്. അണ്ണൻ ധൈര്യമായിട്ട് പോണ. ഇനി മരുന്നിന് പോലും ഈ സാധനം അതിനകത്ത് ഉണ്ടാവില്ല. കൺഗ്രാറ്റുലേഷൻസ്.